സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ ഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേന്ദ ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അഗൈതവമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. ശിവൻ നാരായണീയത്തിൽ 8ാമത്തെ ശ്ലോകം പറഞ്ഞു വെച്ചു. ഗോപികൾ എത്രമാത്രം കൃഷ്ണനിൽ ആകൃഷ്ടകളായി, ഗൃഹജോലികൾ പോലും അവർക്ക് നടക്കാതെയായി. കൃഷ്ണനെ കാണുക, വേറൊരു പണിയില്ല. അഹോ കുമാരോ മൈ ദത്തദൃഷ്ടിയ, ഉണ്ണി എന്നെയല്ലേ നോക്കണത്, എന്നെ അവനിഷ്ടം. ഇപ്രകാരം ചിന്തിച്ച് മിതം കൃതം മാം പ്രതിവത്സകേന, എന്നെ ഉദ്ദേശിച്ച് ഉണ്ണി ചിരിച്ചല്ലോ. ഏഹ്യേഹി മാമിത്യുപസാര്യമാണി, വരൂ ഉണ്ണി. ഇപ്രകാരം കൈകൾ നീട്ടി ത്വയീശ കിങ്കിന്ന കൃതം വധൂപി. ഗുരുവായൂരപ്പ, അങ്ങേ ഉദ്ദേശിച്ച സ്ത്രീകൾ എന്തെല്ലാം ആനന്ദത്തിലാണ് ആറാടിയത്. അടുത്തത് അഭവത് ബഭു സ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നിദത്തമാതാമ്രസരോജമാല വ്യാലംബിലോലം ബതുലാമലാസി. ഭവത് ബഭു സ്പർശന കൗതുകേന, ഭഗവാനെ സ്പർശിക്കുക എന്നുള്ളതാവുമ്പോൾ ഏതൊരാൾക്കും ചെറിയ കുട്ടികളെ സ്പർശിക്കുക അത് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അമ്മയ്ക്കാണെന്ന് വെച്ചാൽ പറയാനുമില്ല. ആണ് കുട്ടികളുടെ ഈ കാലൊക്കെ പിടിച്ചത് ഇങ്ങനെ മുഖത്തൊരയ്ക്കും ചിലർ. വലിയ ആൾക്കാരായ ആരെങ്കിലും കാല് മുഖത്തൊക്കെ അരയ്ക്കുമോ? അപ്പോൾ കുട്ടികളുടെ ആ മനോഹരമായിട്ടുള്ള മൃദുവായിട്ടുള്ള കാല് മുഖത്തൊരച്ചാലും അമ്മയ്ക്ക് നിർവൃതിയാണ്, എടുക്കുമ്പോഴും നിർവൃതിയാണ്. എന്തുണ്ടെങ്കിലും ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൗതുകമാണ്. അപ്പോൾ അത് സച്ചിദാനന്ദ ബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ ആകുമ്പോൾ എത്രമാത്രം ആധിക്യം ഉണ്ടാവണം. ഭഗവാനെ നമുക്ക് മൂർത്തരൂപത്തിൽ കാണാണ്ട് ചിന്തിച്ചാൽ തന്നെ ആനന്ദം ഉണ്ടാവണം. ചിലർ കരയണു സന്തോഷം കൊണ്ട്, ചിലർ ഉറക്ക നാമം ചെയ്യും, ചിലർ തുള്ളിച്ചാടുന്നു കാണാം. പല ചേഷ്ടകൾ കാണിക്കണം. ഗുരുവായൂരൊക്കെ പോയാൽ നമുക്ക് പല രീതിയിലുള്ള ചേഷ്ടകൾ കാണാം. വെറുതെ അവിടെ ഉണ്ടോ ഭഗവാനെ, അതുകൊണ്ട് തന്നെയാണ്, അംശമൊന്നുമില്ല. മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ ഗുണം കിട്ടുന്ന ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. മറ്റതൊക്കെ അല്ലേന്ന് ചോദിച്ചത് വേറെ വിഷയങ്ങളാണ്, അവിടേക്ക് കിടക്കണില്ല. പക്ഷെ അതുപോലെയല്ല ഗുരുവായൂർ, വട്ടക്കളി വേറെയാണ്. അപ്പോൾ ആ സച്ചിദാനന്ദ ബ്രഹ്മം ഉള്ളപ്പോൾ കുട്ടിയെടുക്കണ്ട, ഒന്നും വേണ്ട, തൊടണ്ട, എങ്കിൽ തന്നെ നമുക്ക് അപാച്യമായ ആനന്ദം ഉണ്ടാവണം. ഗുരുവായൂരപ്പാന്ന് വിളിക്കുമ്പോൾ തന്നെ 2 കണ്ണിലും വെള്ളം നിറയണു ഭക്തന്മാർക്ക് അല്ലേ. അപ്പോൾ ആ ബ്രഹ്മം സച്ചിദാനന്ദമൂർത്തിയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അവിടെ ഉണ്ണിയായിട്ട്. ആ ഉണ്ണിയെടുക്കുന്ന സുഖം ഉണ്ടാവും. സച്ചിദാനന്ദ ബ്രഹ്മം പ്ലസ്സായി അവിടെ. ഇത് രണ്ടും കൂടിയാവുമ്പോൾ ആ ഒരാനന്ദം അവാച്യമായിട്ട് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത് തന്നെ, അനുഭവത്തിൽ മാത്രം കാണേണ്ട ഒരു വസ്തുവാണ്. കാരണം ഭവത് വപു സ്പർശന കൗതുകേന, ഒന്നാ ഭഗവാനെ തൊടാൻ, ഒന്നെടുക്കാൻ, മേലെ അംഗസ്പർശം ഉണ്ടാവാൻ അവരെല്ലാവരും ആഗ്രഹിച്ചു. എനിക്കെടുക്കണം ഉണ്ണി, എൻ്റെ അടുത്തേക്ക് വരൂ. കരാത്കരങ്കോഭവധൂജനേന. കുറച്ച് കഴിഞ്ഞാൽ വേറെ സ്ത്രീ കൈ കാണിക്കും, ചെന്താമരപ്പൂ പോലെയുള്ള കൈ അതിലേക്ക് ചാടും. ഭഗവാൻ പക്ഷേ ഏതൊന്നുമില്ല, ആരുടെ കൂടെയും പോവും. ചില കുട്ടികൾ അങ്ങനെ ആര് കൈ കാണിച്ചാലും, ചിലരൊക്കെ ഉള്ളൂ ഈ പരിചയക്കേട്, ശുദ്ധഗതിയുള്ള കുട്ടികൾ ആരുടെ കൂടെയും പോകുന്ന പറയും. അപ്പം തന്നെ അറിയാത്ര അവരുടെ ആ കുട്ടിയുടെ ഒരു ഏകദേശം ഒരു സ്വഭാവം. ആരുടെ കൂടെയും പോകുന്ന കുട്ടികൾ നിഷ്കളങ്കരാവുന്നതാണ്. അതുകൊണ്ട് പ്രശ്നമുണ്ട് കേട്ടോ, വല്ലവരുടെ കൂടെ പോയാൽ ബുദ്ധിമുട്ടായി. കരാത്കരം ഗോപവധൂജനേന, എല്ലാ ഗോപവധു ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക്, ആ കയ്യിൽ നിന്ന് ഇനിയൊരു കൈയിലേക്ക്, ഇനി കയ്യിൽ നിന്ന് ഇന്ന പ്രകാരം എല്ലാ ഗോപസ്ത്രീകളും
ഒന്ന് കൃഷ്ണനെ എടുക്കാണ്ട് അവർക്കൊരു ദിവസം കഴിയാൻ പാടില്ല. അങ്ങനെയായി തീർന്നു. എല്ലാവരും യശോദയുടെ അടുത്ത് വരും. ഉണ്ണിയെ കാണും. ഉണ്ണിയാണെന്നോ ചോദിക്കുകയായി. ഉണ്ണി എടുക്കണമെന്ന് പറയുകയായി. ഉണ്ണി എടുക്കുകയായി. ഒരു കയ്യിൽ നിന്ന് വേറൊരു കയ്യിലേക്ക്, ആ കയ്യിൽ നിന്ന് ഇന്നൊരു കയ്യിൽ. ഭവത് വപുത് സ്പർശന കൗതുകേന, ആ ശരീരസ്പർശം കൊണ്ടുള്ള കൗതുകം ഏൽക്കാൻ വേണ്ടിക്കൊണ്ട് കരാത്കരം ഗോഭവദൂജനേന നീതർത്തമാതാമ്രസരോജമാല. ആതാമ്രസരോജം എന്ന് പറഞ്ഞാൽ ചുവന്ന താമര. വേറൊന്നുമില്ല. ആതാമ്ര സരോജം, സരോജം താമര, ആതാമ്രം ചുവപ്പ്. ചെന്താമരപ്പൂ ധാരാളം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൊയ്ക എന്ന് കൂട്ടുക. അപ്പം അതിലൊരു വണ്ട് ഒരു താമരയിൽ നിന്ന് വേറൊരു താമരയിലേക്ക്, ആ താമരയുടെ തേൻ കുടിച്ചിട്ട് വേറൊരു താമരയിലേക്ക് എന്ന ക്രമത്തിൽ ഇങ്ങനെ പറക്കുക. അത് കാണാൻ എന്ത് രസമായിരിക്കും. അത് മനസ്സിലാവണം വെച്ചാൽ വണ്ടിനെ ശരിക്കും കണ്ടിട്ടുള്ളവരാവണം. വണ്ട് പലതരണ്ടേ. നമുക്ക് ശല്യമായിട്ടുള്ള വണ്ടാണ് ഈ കൊമ്പൻ ജല്ലി മുതലായിട്ടുള്ളതൊക്കെ. അതിലൊരു കൗതുകമൊന്നുമില്ല കേട്ടോ. ഉണ്ടോ? കൊമ്പൻ ജല്ലിയെ കണ്ട ആർക്ക് എന്ത് ഭംഗിയാന്ന് പറയലില്ല. പല വണ്ടുണ്ട്, പലതും നമുക്കൊരു ശല്യാവല പതിവ്. എന്നാൽ വേറൊരു തരം വണ്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വണ്ടാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയാം. ഞങ്ങളുടെ വീട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്നു. ഈ ഉത്തരമൊക്കെ തുളച്ചിങ്ങനെ കൂടുക. അത് ശല്യമാണ്, എന്നാലും ഒരു നീല മിന്നണ നിറം ഉണ്ടാവുക. മിന്നും ഗോൾഡ് പോലെ. നീല ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവുമോ? അല്ലെങ്കിൽ മിന്നിത്തിളങ്ങണ നീല, അങ്ങനത്തെ ചിറകായിരിക്കും അതിന്. അതിനെ നമുക്ക് ഉപദ്രവിക്കാൻ തോന്നില്ല, അത്ര ഭംഗിയാണ്. അവിടെ ആ ഉപമ വണ്ട് എന്ന് പറഞ്ഞാൽ കാർവണ്ട് എന്ന് ഭഗവാനെ ഉപമിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഈ വണ്ടിനെയാണ് സത്യത്തിൽ കവികൾ ഉപമിക്കുന്നത്. വേറെ വണ്ടിനൊന്നും അത്ര ഭംഗിയൊന്നുമില്ല. വണ്ടിനിപ്പോൾ എന്താ ഭംഗി? പക്ഷേ ഈ നീല വണ്ട് അങ്ങനെയല്ല. നമുക്കൊരു ക്യാമറയിൽ കണ്ടുവച്ചാൽ ഫോട്ടോ എടുത്ത് വയ്ക്കാനൊക്കെ തോന്നും. ഇപ്പം അങ്ങനത്തെ ഇതിനെ കാണാനില്ല കേട്ടോ. അധികം ഞാൻ പറഞ്ഞുതരാം, അധികം കാണുന്നില്ല ആ വണ്ടിനെ. വലിപ്പുണ്ടാവും. ഇങ്ങനെ മൂളി പറക്കും, നല്ല കുത്തിയവേനിക്കൊക്കെ ചെയ്യും. പക്ഷെ ഒരു പ്രത്യേക മിന്നണ നീല, ഈ മയിലിൻ്റെ പീലി പോലത്തേക്കൊരു നിറമാണ്. അത്ര ഭംഗിയാണ് വണ്ടിനെ കാണാൻ. ഭഗവാൻ പ്രപഞ്ചത്തിൽ ഓരോന്നിനെ സൃഷ്ടിച്ചത് ആലോചിച്ചാൽ അപ്പം അതേ കളറാണ് ഏകദേശം കൃഷ്ണൻ എന്നാണ് ഇവിടെ ഉപമ. ഒരു താമരയിൽ നിന്ന് മറ്റൊരു താമരയിലേക്ക്, അവിടെ തേൻ കുടിച്ചിട്ട് ഇനിയൊരു താമരയിലേക്ക് എന്ന ക്രമത്തിൽ ഒരു വണ്ട് പറക്കുകയാണെങ്കിൽ എത്ര ഭംഗിയുണ്ടാവും. അതേപോലെ ഗോപികളുടെ ചെന്താമരപ്പൂ പോലെയുള്ള കൈകളിൽ ഫ്രം വൺ ടു അനദർ, ഒരു കൈയിൽ നിന്ന് വേറൊരു കൈയിലേക്ക് അങ്ങനെ ഭഗവാൻ ചാടി. എത്ര നേരം വെയിറ്റ് ചെയ്താലും ഒന്ന് ഉണ്ണിയെടുത്തിട്ടേ പോവുള്ളൂ എന്ന് അവർക്കൊക്കെ തോന്നി. നേരെ പോവാച്ച പോട്ടെ, ഒന്ന് ഉണ്ണിയെടുത്തിട്ട് തന്നെ പോകാൻ പറ്റൂ. ഒന്ന് കൃഷ്ണനെ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര സ്നേഹം. ഈ വള്ളത്തോളിൻ്റെ ഒരു ചിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയുണ്ട് പണ്ടുണ്ടായിരുന്ന. ഒരു അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നേടു തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ എന്നൊരു വരിയുണ്ട്. അമ്മയ്ക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും കെട്ടിപ്പുണർന്നൊരു ഉമ്മ കൊടുക്കാൻ തോന്നും കൃഷ്ണൻ്റെ ആ ഒരു ഭാവം കണ്ടാൽ. അതാണ് ഭാഗവതത്തിൻ്റെയും നാരായണീയത്തിൻ്റെയൊക്കെ ആ ഒരു ഭംഗി. അത്ര ഒരു ആശയമൊന്നും ഉപനിഷത്തിലോ ബാക്കി ഗീതയിലൊന്നും കാണില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, അത് ഭാഗവതത്തിൻ്റെയും നാരായണീയത്തിൻ്റെയും സ്വന്തം. കുഞ്ചൻ നമ്പ്യാർ ഇതേ വരികൾ വരുന്ന ഗോപാലനിദംബിനീനാം കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിലങ്ങുമിങ്ങും വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടുപോലെ. പുഷ്പങ്ങളെന്നേ പറഞ്ഞുള്ളൂ, താമര എന്നാണ് ഇവിടെ ഉപമ. അനവധി താമരകളിൽ കൂടെ സഞ്ചരിക്കുന്ന വണ്ടിനെ പോലെ അവരുടെ മനോഹരമായിട്ടുള്ള കൈകളിൽ കൂടെ ഭഗവാൻ നിറഞ്ഞു വിളങ്ങി സഞ്ചരിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ശ്ലോകത്തിൽ. നിപായയന്തി തനമംഗഗന്ത്വാം വിലോകയന്തി വദനം ഗസന്തി ദശാം ദശോദാഗതമാന്നബേജേ സദാദൃശപ്പാഹി ഹരേ ഗദാത്മാം. അവസാനത്തെ വരി സദാദൃശപ്പാഹി ഹരേ ഗദാത്മാം.
എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ ഗുരുവായൂരപ്പ. സതാദൃശാപ്രകാരമുള്ള ഹരേ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. ബാക്കി 3 വരിക്ക് അർത്ഥം പറയണ്ടു. നിപായയന്തി സ്തനമംഗം ത്വാം. ഏതൊരു സ്ത്രീക്കും തൻ്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിർവൃതിയാണ്, ഒരു ആനന്ദമാണെന്ന് പറഞ്ഞാൽ പോരാ. ആനന്ദത്തേക്കാൾ വലുതാത്രേ നിർവൃതി. എന്നാ വ്യത്യാസം. ആനന്ദമാണെങ്കിലും സുഖമാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്നു എന്ന രീതിയാണ്. നിർവൃതിയിലോ ഞാനില്ല എന്നാണ് പറയണത്. അതിനത്രയും നിർവൃതി എന്ന് പറയുക. ഞാൻ എന്ന സംഗതിയേ അവിടെ ഇല്ല. അതിലങ്ങോട്ട് ലയിച്ചിരിക്കണു. അപ്പം ഞാൻ ഉണ്ടാവുമോ? ലയിച്ചാൽ പിന്നെ ഉപ്പ് വെള്ളത്തിൽ ലയിച്ചാൽ ഉപ്പിനെ കാണാൻ പറ്റുമോ? എന്ന പോലെ ഈ ആനന്ദത്തിൽ ലയിച്ചാൽ പിന്നെ അവിടെ ഞാനില്ല എന്നാണ്. ഞാൻ അനുഭവിക്കുന്നു എന്നും കൂടി ഇല്ല അത്രേ. പിന്നെ എന്താ ഉണ്ടാവുക? ഒരു തരം സമാധി സുഖം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അതിന് ഞാനില്ലാത്ത സുഖമൊക്കെ സമാധിയാണ്. നല്ല സുഷുപ്തി ഉറക്കത്തിൽ ഒരാൾ അനുഭവിക്കണത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൽ ഞാനില്ലല്ലോ. ഒക്കെ അങ്ങോട്ട് മറക്കുക, തന്നെ മറക്കുക. ആ ഒരു സുഖം ഇവരനുഭവിച്ചു. യശോദ ഉണ്ണിക്ക് മുലപ്പാൽ കൊടുത്തപ്പോൾ നിപായയന്തി മുലപ്പാൽ കുടിപ്പിക്കുക, പായയന്തി കുടിപ്പിക്കുക, തനം അംഗഗന്ത്വാം. ഭഗവാനെ എവിടെ വെച്ചിരിക്കണ വെച്ചാൽ മടിയിൽ. ചിദാനന്ദ ബ്രഹ്മത്തിനെയൊക്കെ മടിയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സാധിക്കണ കാര്യമാണോ അത്? അതിനുള്ള ഭാഗ്യം യശോദ ചെയ്തു. ആലോചിച്ചാൽ നമുക്ക് നമ്മളെ മറക്കാൻ പറ്റും ഇടയ്ക്ക്, അല്ലേ? അങ്ങനെ ചിന്തിച്ചാലേ ആ ബ്രഹ്മത്തെ മടിയിൽ വെച്ചുകൊണ്ട് മുലപ്പാൽ കൊടുത്ത് വിലോകയന്തി വദനം വസന്തി, പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ ഒരു മുഖം കണ്ടു. ഉണ്ണി ഏതൊരു കുട്ടി ചിരിക്കുകയാണെങ്കിലും അതിനൊരു കൗതുകമുണ്ട്. വലിയ ആൾ ചിരിക്കണ പോലെയല്ല, അല്ലേ? അപ്പോൾ അത് ഭഗവാന്റെ ചിരി എന്ന് പറഞ്ഞാൽ രാധാസഹായം അതിസുന്ദരമന്ദഹാസം, ഈ ലോകത്തെ മുഴുവനും മയക്കണ മന്ദഹാസമാണ് ഭഗവാന്റെ മന്ദഹാസേ. അങ്ങനെ ചിരിച്ചു. വിലോകയന്തി വദനം വസന്തി, പുഞ്ചിരി തൂകിയതായിട്ടുള്ള ഉണ്ണിയുടെ കൃഷ്ണൻ്റെ മുഖം കണ്ട് യശോദ ഏതൊരു തരത്തിലത്തെ ആനന്ദമാണ് അനുഭവിച്ചത് എന്ന് പറയാൻ ഗുരുവായൂരപ്പ വാക്കുകളില്ല കേട്ടോ. ദശാം യശോദ കഥമാന്നഭേജേ, ഏതൊരു ദശ അവസ്ഥ ആ യശോദ അനുഭവിച്ചു എന്ന് പറയാൻ വാക്കുകൾ കിട്ടണില്ല. എങ്ങനെ വർണ്ണിച്ചാലും ആ ആനന്ദത്തെ വർണ്ണിക്കാൻ കഴിയില്ല. തന്നെയല്ലേ അതിൻ്റെ ശരി. പിന്നെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റാത്തതിനെ വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറയല്ലേ നല്ലത്. പടി തപ്പി മേപ്പത്തൂര്. ദശാം യശോദ കഥമാന്നഭേജേ, ഏതൊരവസ്ഥയെ പ്രാപിച്ചില്ല. അതിനെയുണ്ടോ വർണ്ണിക്കാനായിട്ട് സാധിക്കണു. നിപായയന്തി സ്തനമംഗം വിലോകയന്തി വദനം വസന്തി, ദശാം യശോദ കഥമാന്നഭേജേ സദാദൃശ പാഹിഹരേ ഗതാത്മാം. പ്രകാരം എല്ലാവർക്കും ആനന്ദത്തെ കൊടുത്തതായിട്ടുള്ള ഗുരുവായൂരപ്പ, എൻ്റെ രോഗം കൂടി അങ്ങേക്ക് മാറ്റി തന്നുകൂടെയും ചോദിച്ചിട്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.